ഹായ് ഫ്രണ്ട്സ്, മേര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെമ്മീൻ കറിയാണ്. നെമ്മീൻ കറി എനിക്കിപ്പോൾ ഒരു മീഡിയം സൈസ് നെമ്മീൻ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഒന്ന് കറി വെച്ച് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ചെയ്യുന്നത് തന്നെ, എന്നാലും ഞാൻ എൻ്റെ കറി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ നെമ്മീനെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകി അതിൻ്റെ ഉടലും ഒക്കെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ഇതിൽ വെച്ച് ഇടികല്ലിൽ വെച്ച് ഒന്ന് ഇടിച്ച് ചതച്ചെടുത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കൂടെ അതും ചതച്ച് വെച്ച് 2 പച്ചമുളക് അതും അതിനകത്തോട്ട് കീറി 2 മീഡിയം സൈസ് തക്കാളി. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ എണ്ണയ്ക്കകത്ത് മൂപ്പിക്കേണ്ട സാധനങ്ങൾ. ഇതെല്ലാം കൂടി ചതച്ച് വെച്ചതിന് ശേഷം ഞാൻ അടുപ്പിൽ ചട്ടി വെച്ചു. ചട്ടി വെച്ചിട്ട് തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് വലിയ 2 സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നു. എണ്ണ ഒത്തിരി മുന്നിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ചിലർ ഉലുവ പൊട്ടിക്കാറുണ്ട്. കടുക് പൊട്ടിക്കാതെ ഉലുവ പൊട്ടിക്കുന്നുണ്ട്. ഞാൻ ഉലുവ പൊടി ചേർക്കുന്നത് കൊണ്ട് ഉലുവ ഇട്ടില്ല, കടുക് പൊട്ടി വന്നതിന് ശേഷമാണ് ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും അതും കൂടി ഞാൻ ചതച്ച് ആ പാത്രത്തിൽ വെച്ചിരുന്നു. ഈ കടുക് പൊട്ടിയതിന് ശേഷം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഈ എണ്ണയിലോട്ട് ഇടണം. അതിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയൊരു മണമൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ 2 പച്ചമുളക് കീറി അതിലോട്ട് ഇട്ട് പിന്നെ ഒരു 10 ചെറിയ ഉള്ളി ഞാൻ ചതച്ച് വെച്ചിരുന്നു. അത് ഇതിനകത്തോട്ട് ഇട്ട് ഇടികല്ലിൽ വെച്ച് ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ചതച്ച് അതും ഈ എണ്ണയ്ക്കകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂത്ത് വരണം. എന്താണെന്ന് വെച്ചാൽ നല്ല ചുവപ്പ് കളറാവണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് പച്ച മണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് മീഡിയം സൈസ് 2 തക്കാളി. ഇപ്പം ചെറിയ സൈസ് തക്കാളിയാണ് ഞാൻ ഇട്ടേക്കുന്നത്, വലിയ തക്കാളിയല്ല, ചെറിയ ടൈപ്പിന് 2 തക്കാളി ഇട്ട് അതും ഒന്നും വാടി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നു. കാരണം കറിയൊക്കെ വെന്ത് പാകമാവുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി നോക്കണമല്ലോ, ഉപ്പ് കൂടുതലുണ്ടോ കുറയണം. അപ്പോൾ ഇപ്പോഴേ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കറി ഏതാണ്ട് പാകമാവുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് മുമ്പോട്ട് നിന്ന് പോകും. അതുകൊണ്ട് കുറച്ച്. ഇനി അതിൽ ആവശ്യത്തിനുള്ള 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മുളക് കുറച്ച് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുരുമുളകൊക്കെ ചേർക്കും, പിന്നെ പച്ചമുളക് 2 എണ്ണം ഉണ്ട്. ഇവിടെ 3 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഞാൻ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. മഞ്ഞൾ ഞാൻ കൃഷി ചെയ്യാറുണ്ട്, അത് സ്വന്തമായിട്ട് കൃഷി ചെയ്താണ് ഞാൻ ഈ മഞ്ഞൾ എടുക്കുന്നത്. അതിനുശേഷം ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഈ മുളക് പൊടിയും എല്ലാം അതിനകത്ത് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ മൂത്ത പച്ച മണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളിതിലോട്ട് കുറച്ച് ഉലുവാപ്പൊടി ഞാൻ ചേർത്തില്ലായിരുന്നു, അപ്പോൾ ആ ഉലുവാപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ചേർത്തു. പച്ച ഉലുവ പൊട്ടിക്കാത്തത് കൊണ്ട് ഉലുവാപ്പൊടി ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി അതിനകത്തോട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ പുളിയെടുത്ത് അതിനെ പിഴിഞ്ഞ് അതിൻ്റെ ആ ചാറ് അതിലോട്ട് ഒഴിച്ച് പുളിവെള്ളം നെല്ലിക്ക വലിപ്പത്തിൽ. കുറച്ച് മീനല്ലേ ഉള്ളൂ, അപ്പം നെല്ലിക്ക വലിപ്പത്തിലെടുക്കുക. തോനെയും മീനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ വലിപ്പത്തിലെടുക്കണം. എന്നിട്ട് പുളിവെള്ളം തിളച്ച് വന്നപ്പോൾ വെള്ളം കുറവായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഈ മീൻ മുങ്ങിക്കിടക്കണ്ടേ, കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് എന്നിട്ട് ഞാൻ നേരത്തെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ വിരതി മാറ്റി വെച്ചിരുന്നു. ആ മീൻ കഷ്ണങ്ങൾ ഞാൻ ഈ കറിയിലോട്ട് പറക്കി വെച്ചു. എല്ലാ മീൻ കഷ്ണങ്ങളും പറക്കി നിരത്തി. അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഈ മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ടത്. എന്നിട്ട് നമ്മൾ അതൊന്ന് ഇളക്കി അതിൽ ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ഉണ്ടോയെന്ന് നോക്കി അതിന് ശേഷമേ നമ്മൾ ഈ അടച്ചു വയ്ക്കാവൂ. അടയ്ക്കുന്നത് കാരണം നമുക്ക് ഈ സമയത്തൊന്ന് തിളച്ചതിനകത്താണല്ലോ നമ്മൾ ഈ ഉപ്പും പുളിയൊക്കെ നോക്കുന്നത്. അപ്പം ഉപ്പും പുളിയൊക്കെ എല്ലാം കറക്റ്റാണെന്ന് നോക്കി ചേർക്കണമെങ്കിൽ ചേർക്കുകയും ചെയ്യാം.
അതിന് ശേഷമാണ് നമ്മൾ ഈ പാത്രം വെച്ച് ചട്ടി അടയ്ക്കുന്നത്. നല്ല തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റൊക്കെ മതി. അത്രയ്ക്കുള്ള വേണം. നല്ല പൂ പോലെ ഇരിക്കുകയാണ് മീൻ, വലിയ കട്ടിയൊന്നുമില്ല, ചൂര പോലെ കട്ടിയല്ലല്ലോ. അപ്പോൾ ഒരു 5 തിളച്ചതിനകത്തിടുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ഇട്ട് കറിയൊക്കെ ശരിയായതിന് ശേഷം ചിലർ ഇതിൻ്റെ തൊലിയൊക്കെ തൊലി കളഞ്ഞ് കറി വയ്ക്കാറുണ്ട്. തൊലി ഉണ്ട് ഇതിന്, പക്ഷേ ഞാൻ തൊലിയൊന്നും കളഞ്ഞില്ല. പൊരിച്ച് നമ്മൾ അത് ഫ്രൈ ആക്കുന്ന സമയത്ത് ഈ തൊലി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.